ജയേട്ടനുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന രണ്ട് സുഹൃത്തുക്കളാണ് നമ്മുടെ അടുത്ത അതിഥികൾ. ഒരാൾ ചെറുകഥാകൃത്താണ്. അദ്ദേഹം ജയേട്ടൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ് ശ്രീ KR പ്രസാദ്. മറ്റൊന്ന് ശ്രീ മനോഹരൻ. ഇവർ തമ്മിൽ ജയേട്ടനുമായുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് അവരുടെ സംഭാഷണങ്ങളിലൂടെ തന്നെ വ്യക്തമാവും. ഞാനേതായാലും ശ്രീ പ്രസാദിനെയും മനോഹരനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഗായകനാകുന്നതിന് മുമ്പുള്ള ജയചന്ദ്രനെയാണോ പരിചയം, അതോ ഗായകനാതിന് ശേഷമുള്ള? എൻ്റെ ചെറിയ ഗ്രാമത്തിലെ അപ്പർ പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇരിങ്ങാലക്കുട പട്ടണത്തിലെ നാഷണൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലെത്തിയതായിരുന്നു. അപ്പോൾ ജയചന്ദ്രൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ല, സീനിയറായിരുന്നു, ഒരു കൊല്ലം സീനിയറായിരുന്നു. എൻ്റെ അനിയൻ കൃഷ്ണകുമാർ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. വളരെ പ്രശസ്തമായ പേരും പെരുമയും പാരമ്പര്യമുള്ളൊരു സ്കൂളായിരുന്നു ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂള്. അപ്പോൾ ജയചന്ദ്രനെ കൂടാതെ എഴുത്തുകാരനായിട്ടുള്ള ആനന്ദ്, പിന്നെ നടൻ ഇന്നസെൻ്റ്, പഴയ സിനിമാ സംവിധായകൻ മോഹൻ, പിന്നെ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ VP ഗംഗാധരൻ, അങ്ങനെ ധാരാളം പേര്, ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ആ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പട്ടികയിലുണ്ട്. ജയചന്ദ്രനെക്കുറിച്ച്, ഇരിങ്ങാലക്കുടക്കാരുടെ പ്രിയപ്പെട്ട ജയക്കുട്ടനെക്കുറിച്ച് ഞാൻ വളരെയധികം സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ വളരെ അധികം കേട്ടിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ, അടുത്ത് പെരുമാറിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് അപൂർവമായ പ്രതിഭയുടെ ഒരു സാമീപ്യമാണ്. ജയചന്ദ്രൻ അന്ന് ഇതുപോലെയൊന്നും ആയിരുന്നില്ല. ശരീരം പോലെ തന്നെ വളരെ മനോഹരമായിരുന്നു, ഇതിനേക്കാൾ സുന്ദരനായിരുന്നു, വളരെ ആകർഷണീയമായിരുന്നു. ഇതിനേക്കാൾ സുന്ദരൻ എന്ന് പറഞ്ഞാൽ കുട്ടിയായിരുന്നിട്ടുള്ള ഞാൻ അന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായിട്ടില്ല. അതുപോലെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പാട്ടും ഇതുപോലെ അതിനേക്കാളൊക്കെ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്കൂളിലെ വേറെ ഒരു അട്രാക്ഷൻ രാമനാഥൻ മാഷായിരുന്നു. രാമനാഥൻ മാഷ് ഇവിടെ ഉണ്ട്. രാമനാഥൻ മാഷ് എന്നെ പല നിലയ്ക്കും എഴുത്തിലും അതുപോലെ മറ്റു പലതിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നന്ദിയുണ്ട്. രാമനാഥൻ മാഷ് മറ്റേ ഔദാര്യം കൊണ്ട് എനിക്ക് സ്കൂളിലെ ഗായക സംഘത്തിൽ അംഗത്വം കിട്ടി. ജയചന്ദ്രനായിരുന്നു ലീഡർ. അപ്പോൾ രാമനാഥൻ മാഷ് എഴുതി ട്യൂൺ ചെയ്ത ആരാണെന്ന് പറഞ്ഞില്ല, ജയനാണോ രാമനാഥൻ മാഷാണോ എന്നറിയില്ല. ആ പാട്ടുകൾ മാഷാണ് അല്ലേ, ആ പാട്ടുകൾ അവതരിപ്പിച്ച് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ യുവജനോത്സവത്തിൽ ഞങ്ങൾ പലപ്പോഴും ജയചന്ദ്രൻ്റെ മികവുകൊണ്ട്, ഞങ്ങളുടെ മികവുകൊണ്ടല്ല, 1ാം സമ്മാനം നേടിയിരുന്നു. ശ്രീ മനോഹരൻ തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് അല്ലേ? ജയേട്ടനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തെപ്പറ്റി എനിക്കറിയാം. എങ്ങനെയാണ് ബന്ധം തുടങ്ങുന്നത്? എൻ്റെ യൗവനകാലത്ത് അദ്ദേഹം പാടിയ ആദ്യത്തെ ഗാനം 65-ൽ പുറത്തിറങ്ങിയ മഞ്ഞളിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട് ഞാൻ ആദ്യമായി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ ആ ശബ്ദത്തിൽ നമ്മൾ പ്രഥമാരാഗം എന്ന് പറയില്ലേ, അതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു ആ ശബ്ദവുമായിട്ടുള്ളൊരു അടുപ്പം. അപ്പോൾ സ്വാഭാവികമായിട്ട് യൗവനകാലത്തുണ്ടാകുന്ന പ്രണയം ഇന്നത്തെ പോലുള്ള പ്രണയമല്ല അന്ന്. അന്നൊക്കെ മുക്തമായ ഒരു വെളുത്തുമ്പോഴും തൊടാത്ത പ്രണയമാണ്. ആ പ്രണയത്തിന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ് ശരിക്കും പ്രണയത്തിൻ്റെ ഭാഷയായി നിർദ്ദേശിക്കാൻ. അതിൽ മഞ്ഞളെ മുങ്ങിത്തോർത്തി, മധുചന്ദ്രിയുടെ ചായത്തെളികയിൽ, അങ്ങനെയുള്ള വാർത്തകൾ ഗണിവയ്ക്കിൻ്റാവിൽ, ഈ ഓരോ പാട്ടും ഞങ്ങളുടെ യൗവനകാലത്ത് പ്രണയത്തിൻ്റെ ഭാഷയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ശരിക്കും എൻ്റെ മനസ്സിൽ ആവാഹിക്കപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് 95-ൽ നമ്മുടെ M ജയചന്ദ്രൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള സ്മൃതിതൻ ചിറകിലേറി എന്ന ഗാനം തരങ്കിണിയിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പ്രദീപ് മുഖാന്തരമാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ശരി, വെറും 10 വർഷമായിട്ടുള്ളത്. പക്ഷേ ഈ 10 വർഷം കൂടെ ഞങ്ങൾ ജന്മാന്തരങ്ങളുടെ ഒരു ആത്മബന്ധമാണ് ഉണ്ടായത്. അതാണ്. അപ്പോൾ എല്ലാവരും മാഷിന് ജയേട്ടാന്ന് വിളിക്കാറ് പതിവ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ അന്ന് ഒരു ബഹുമാനത്തോടെ മാഷ് എന്നാണ് വിളിക്കുന്നത്, ജയചന്ദ്രൻ മാഷ്. ഇന്നും അത് തന്നെ. ഇപ്പോഴും ചേട്ടൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഗ്രാം കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതൊക്കെ തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ താമസിക്കുക, എയർപോർട്ടിൽ പോയി മാഷിനെ കൂട്ടിക്കൊണ്ട് വരിക, തിരിച്ചു പോകുന്നതിന് മാഷിൻ്റെ കൂടെ നടക്കുക. അതാണ് ഒരു രീതി.
അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനം എൻ്റെ വീട്ടിലാണ് ആഘോഷിച്ചത്. 2004 മാർച്ച് 1 നാളും മാർച്ച് 3 ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞ വർഷം. പിന്നെ എനിക്ക് ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം. കാരണം ഞാനൊരു വളരെ സാധാരണക്കാരനൊരു മനുഷ്യനാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ AC അങ്ങനെയുള്ള വലിയ സൗകര്യങ്ങളുള്ള വീടല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ ഇങ്ങനെ കഴിയാവരും ഒരു വലിയ മനസ്സ്, അത് ലളിതമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ എന്ത് തോന്നി എനിക്ക്. അതുപോലെ ആഹാരം മിതമായിട്ട് വളരെ കുറച്ച് ആഹാരം, വെജിറ്റേറിയനാണ്. രാത്രി ഒരു 3 ഇഡ്ഡലി, ഉച്ചയ്ക്ക് 2 ചോറ്, പിന്നെ തൈര്, പിന്നെ അച്ചാറുണ്ടെങ്കിൽ അത് പപ്പടം, ഇത്രയാണ് ആഹാരം ആകെ. അപ്പോൾ ആ രീതിയിൽ അത്ര ലളിതമായ ഒരു ജീവിതം. പിന്നെ ഉള്ളത് ഗുരുഭക്തി. ഞാൻ മാഷി കണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. എത്ര വലിയ സദസ്സായാലും സീനിയറായ കലാകാരന്മാരെ കാലത്തൊട്ടി വന്നതിന് ശേഷമാണ് മാഷ് വന്ന് വേദിയിലിരിക്കാറ് പതിവ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതൊരു സാധാരണ പല ആളുകൾ ഒരു നാട്യത്തിന് വേണ്ടി കാണിക്കുന്നതാണ്. ഇതല്ല, ഇത് ശരിക്കും അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു ദേവരാം മാഷിനെ കാണുമ്പോഴും മധുസാറിനെ കാണുമ്പോഴും സീനിയറായ ഏത് കലാകാരനെ കണ്ടാലും ഗുരുനാഥന്മാരായാലും ആ ഒരു ക്വാളിറ്റി ഇന്നത്തെ തലമുറയിൽ വളരെ വളരെ ഒരു പാഠമാകേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ മാഷിന് കണ്ട വേറൊരു പ്രത്യേകത, ഒരാൾ സംസാരിക്കാൻ ചെന്നാൽ ഒരു വാക്ക് അത്രയേ ഉള്ളൂ, ഒരു ചിരി, അത് കഴിഞ്ഞ് പിന്നെ കൂടെ സംസാരിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ആ ആളുമായിട്ട് ഒന്ന് വിലയിരുത്തി ഇയാൾ അടുക്കാൻ കൊള്ളാവുന്ന ആളാണോ അല്ലയോ അതിനൊരു 6 മാസം സമയമെടുക്കും. അത് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് സ്വന്തമാണ്. അപ്പോൾ ആ ഒരു പ്രകൃതം പുള്ളി ഒരു സ്വതവേ ഗൗരവക്കാരനാണ്, ഒരു മുൻകോപക്കാരനാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്താൻ സഹായിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ റെഡിയാണ്. കാരണം എൻ്റെ അനുഭവം അത് തന്നെയാണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി. നമ്മുടെ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പോലും മാഷ് സാഹചര്യം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ എത്രയെങ്കിലും പ്രാവശ്യം മാഷ് താമസിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും മാഷ് ഇങ്ങനെ സാഹചര്യം ചെയ്ത് കണ്ടിട്ടില്ല. വളരെ അങ്ങനെയൊന്നുമില്ല. വളരെ അനായാസമായിട്ടൊരു പൂ വിരിയുന്ന പോലെ, അല്ലെങ്കിൽ പക്ഷിയുടെ ചിറക് അങ്ങനെ അടിച്ച് വരുന്ന പോലെ, തിര തല്ലുന്ന പോലെ ആ മൈക്കിൻ്റെ മുമ്പ് ചെന്ന് നിന്നാൽ പാട്ടങ്ങനെ വരികയാണ്. അതിൻ്റെ ആലാപനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ കൊല്ലം ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഈ പാട്ടുകാരനെ വിലയിരുത്താനും മലയാള ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വെച്ചാൽ യേശുദാസിന് ഒരു നിറ സാന്നിധ്യമായിട്ട് നിന്നിരുന്ന ഒരു രംഗത്തേക്ക് നിർഭയം നിസ്സങ്കോചം കടന്നു വരാനും അവിടെ തൻ്റേതായിട്ടുള്ള ഒരു സ്പേസ്, ഒരു സ്ഥാനം, ഇടം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നിലനിർത്താനും ശരി, അതാണ് അതിൽ ഏറ്റവും വലിയ പോയിന്റ്. മോർ ഇമ്പോർട്ടൻ്റ്ലി അത് നിലനിർത്താനും കഴിയുന്നു എന്നത് വലിയൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ജയചന്ദ്രൻ്റെ സൗണ്ട് വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം ഗുണപരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടക്കാലത്തെ മാന്യത്തിൻ്റെയും ചെറിയ മങ്ങലിൻ്റെയും ഒരു ഇടവേള ജയചന്ദ്രൻ്റെ കരിയറിലുണ്ടായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ പ്രായം ഒരു ക്ഷതവും ഏൽപ്പിക്കാത്ത വളരെ പൂർവാധികം അഗാധവും മധുരവുമായ ശബ്ദത്തിൽ ജയചന്ദ്രൻ ഇപ്പോൾ പാടാൻ എന്ത് സുഖം. നമ്മൾ സംഗീതത്തിൻ്റെ മെലഡിയുടെ പ്രണയികൾക്ക് അത് കേൾക്കാനും വളരെ സുഖം. ഞങ്ങൾക്ക് ആ ഒന്നിനി ശ്രുതി താഴ്ത്തി കൂടി ഒന്ന് പാടിത്തരണം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ.
താരാട്ടിന്നനുയാത്ര നിദ്രതൻ പടിവരെ താമര മലർമിഴി അടയും വരെ. താരാട്ടിന്നനുയാത്ര നിദ്രതൻ പടിവരെ താമര മലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ.